ദേഹത്തൊക്കെ പൊള്ളിയാലും നമ്മൾ പോയി ആശുപത്രിയിലെങ്ങാനും പോയാലും ഞങ്ങൾ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഒരു ബസ് കൂലി തന്നെ എത്ര രൂപയാണ്? നമ്മൾ എന്നും വണ്ടിക്കൂലി കൊടുക്കാൻ ഞങ്ങൾ എവിടെ പോകും? അവിയൽ, തോരൻ, ഒരു ഒഴിക്കാൻ. പാവങ്ങളാണ് ഞങ്ങൾ നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. 3 കറി വെക്കണം, മുട്ട പുഴുങ്ങണം, പാല് കാച്ചണം. നമസ്കാരം. സ്കൂൾ പാചക തൊഴിലാളികളുടെ രാപ്പകൽ സമരം ഇന്ന് 6ാം ദിവസം പിന്നിടുകയാണ്. ഈ 6ാം ദിവസം പിന്നിടുന്ന വേളയിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഇവരുടെ വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒട്ടനവധി വർഷം സ്കൂൾ പാചക തൊഴിലാളികളായി ജോലി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് നമ്മളുടെ മുൻപിൽ ഇപ്പോൾ ഉള്ളത്. നിരവധി അമ്മമാരാണ് ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത്. എന്തായാലും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ 6 ദിവസമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 വർഷമായി തടഞ്ഞുവെച്ച വേതന വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക, തൊഴിലെടുത്ത കൂലി യഥാസമയം നൽകുന്ന വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, മിനിമം കൂലി അട്ടിമറിച്ച് സർക്കാർ ഉത്തരവ് പിൻവലിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. എന്തായാലും ഈ സമരത്തിന്റെ 6ാം ദിവസം ഇവർ ഇത്തരത്തിൽ ഇവരുടെ ഈ ഒരു സമരത്തെ നമ്മുടെ സർക്കാർ കണ്ണു തുറന്ന് കണ്ടു എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ അമ്മമാർക്ക് എല്ലാവർക്കും. എന്തായാലും ഈ ഒരു പ്രതീക്ഷ എന്തുമാത്രം ഉണ്ട് എന്ന് ഇവർ തന്നെ ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കുകയാണ്. ചേച്ചി, ഇവിടെ ആശമാരും സമരം തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കാര്യത്തിൽ എന്തായി? ആരുടെ കാര്യത്തിൽ? ഞങ്ങളുടെ കാര്യത്തിലാണ്. ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാലേ, ആശമാരൊക്കെ കണക്കല്ല ഞങ്ങളുടെ ജോലി. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ 6 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ 12 മണി കറക്റ്റ് 12 മണിയാകുമ്പോൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം. അപ്പം 3 കറി, അവിയൽ, തോരൻ, ഒരു ഒഴിക്കാൻ, 3 കറി വെക്കണം, മുട്ട പുഴുങ്ങണം, പാല് കാച്ചണം, എന്നിട്ട് ഇതെല്ലാം പകർന്ന് വേറൊരു പാത്രത്തിൽ വയ്ക്കണം. ഞങ്ങൾക്ക് തുച്ഛമായ ശമ്പളം. 500 കുട്ടികൾ വരെ ഞങ്ങൾക്ക് 500 രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഈ ഒരാളിൻ്റെ വേതനം എന്ന് പറയുന്നത് 600 രൂപയാണ്. അതിൽ നിന്ന് ഞങ്ങൾ 300 രൂപ ഒരാളിനും കൂടെ കൊടുത്താണ് ഞങ്ങൾ ജോലി ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാർ ഞങ്ങൾക്ക് മിനിമം കൂലി ഒരു 1000 രൂപയാക്കണം. ഞങ്ങളുടെ വേതനം ഞങ്ങൾക്ക് കറക്റ്റ് 5ാം തീയതിക്ക് മുമ്പ് കിട്ടണം. ഞങ്ങൾക്ക് ഇനി 2 മാസത്തെ പൈസ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലെ പൈസ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അത് ഞങ്ങൾക്ക് 1 മാസത്തെ ശമ്പളം ഇടുമ്പോൾ അവർ അതിൽ നിന്ന് 1000 രൂപ പിടിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്തിനാണ്? ഞങ്ങൾക്ക് മിനിമം കൂലി 1000 രൂപയാക്കണം. ഞങ്ങളുടെ വേതനം 5ാം തീയതിക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടണം. ഞങ്ങളുടെ 70 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ പെൻഷൻ കൊടുത്ത് അവർക്ക് ഒരു ആനുകൂല്യം കൊടുത്ത് അവരെ പിരിച്ചുവിടണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് കറക്റ്റായിട്ട് നടക്കും. ഈ സമരത്തോടൊരു അനുഭാവപൂർണമായ നിലപാടെടുക്കുന്ന സർക്കാരല്ല നമ്മുടെ ഇത്. സർക്കാർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. 29ാം തീയതിയിലത്തേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് തീരുമാനം അറിയാം. ശിവൻകുട്ടി മന്ത്രിയെ ഞങ്ങൾ നേരിട്ട് നമ്മുടെ നേതാക്കന്മാർ പോയി കണ്ട് നമ്മുടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഈ മാസം 29ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അന്നറിയാം തീരുമാനം. 29 ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല. ദേഹത്തൊക്കെ പൊള്ളിയാലും നമ്മൾ പോയി ആശുപത്രിയിലെങ്ങാനും പോയാലും നമ്മൾ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് ആശുപത്രിയിലൊക്കെ പോയാൽ നമ്മൾ പൈസ കൊടുത്തേക്കുള്ളൂ. നമുക്ക് ഒരു ഇ എസ് എ വേണം. അല്ല, അപകടം പറ്റി ഞങ്ങളിൽ ഒരു തൊഴിലാളി വെന്ത് മരിച്ച് എന്നിട്ട് അതിനൊരു ആനുകൂല്യം കിട്ടിയില്ല. അതിന് നമുക്കൊരു അപകട ഇൻഷുറൻസ് വേണം. ഇത് ഒരു ഇ എസ് എയും ഒരു അപകട ഇൻഷുറൻസും ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞങ്ങൾ അവസാനം ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങളെ മക്കളെ മുമ്പ് ചെല്ലുമ്പോൾ അവർ പറയും, അമ്മ ഇത്രയും നാൾ സ്കൂളിൽ പോയി കിടന്ന് കഞ്ഞി വെച്ചില്ലേ, ഇനി ഞങ്ങൾ എവിടെ നിന്ന് പണം ഉണ്ടാക്കി തരണം അമ്മയെ നോക്കാൻ എന്ന് അവർ നമ്മളോട് ചോദിക്കരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും തുച്ഛമായത് മതി. പക്ഷേ ഞങ്ങൾക്ക് അതും തന്നേ ഞങ്ങളെ വിടാവൂ. ഞങ്ങൾക്കൊരു പെൻഷനും വേണം, ഞങ്ങൾക്കൊരു ഇ എസ് എയും വേണം, ഞങ്ങൾക്കൊരു അപകട ഇൻഷുറൻസും വേണം. ഇത് 3ഉം ഞങ്ങൾക്ക് കർശനമായ കാര്യമാണ്. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ശമ്പളം വേണം. ഞങ്ങൾ അതായത് മാസങ്ങളിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയാൽ പോലും ഞങ്ങൾ
നിന്ന് പിഴച്ചു പോകും. പക്ഷേ ഞങ്ങളിത് ഓരോരുത്തരെയും മുമ്പ് ചെന്ന് തെണ്ടി മേടിച്ചാണ് നമ്മൾ 1 മാസം കഴിച്ചു കൂട്ടുന്നത്. 1 മാസമല്ല, 2 മാസമല്ല, 3 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് 1 മാസത്തെ പൈസ കിട്ടുന്നത്. ആ 1 മാസത്തെ പൈസ കിട്ടിയാലും ഞങ്ങൾക്ക് അതിൽ നിന്ന് 1000 രൂപ അവർ പിടിച്ചിട്ടാണ് തരുന്നത്. അത് പിന്നെ ഈ 2 മാസത്തെ കിടക്കുമ്പോഴായിരിക്കും ഈ 1000 രൂപ പിടിച്ചത് അവർ പിന്നെ 2000 രൂപ ഒരു പ്രാവശ്യമായിട്ട് ഇട്ട് തരുന്നത്. അങ്ങനെയൊക്കെ ഇട്ട് തന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ പാവപ്പെട്ട ഒരുപാട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ആളൊന്നുമുള്ള വീടുകളിലൊന്നും അല്ല. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങൾ നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. നമ്മളെങ്ങനെ പിന്നെ നമ്മളെ വീട്ടിൽ ചെന്ന് നമ്മളെ 2 കുട്ടികളുള്ള വീടായിരിക്കെങ്കിലും അതിനകത്ത് കൊച്ചു കുട്ടികളും കാണും, വലിയ കുട്ടികളും കാണും. അപ്പോൾ നമുക്ക് പഠിപ്പിക്കുന്ന കുട്ടികളും കാണും. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഒരു ബസ് കൂലി തന്നെ എത്ര രൂപയാണ്? നമ്മൾ എന്നും വണ്ടിക്കൂലി കൊടുക്കാൻ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങളെ കൊച്ചുങ്ങളെ പഠിപ്പിക്കണ്ടേ? ഞങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? ഞങ്ങളെ കൊച്ചു കുട്ടികളെ കല്യാണം കഴിച്ച് അയക്കണ്ടേ? അതിനൊക്കെ ഞങ്ങൾക്ക് എന്തൊരു വരുമാനമുണ്ട്? ഈ വരുമാനം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പൈസ ഞങ്ങൾക്ക് കറക്റ്റ് മാസ ശമ്പളമായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേടിത്തരണം. നിങ്ങളുടെ സമരം ഇന്ന് 6ാം ദിവസം പിന്നിടുകയാണ്. അതുകൂടാതെ ഈ 29-ന് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തുമാത്രം പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്? ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് പോലും പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമരം ആരംഭിച്ച് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചർച്ച ചെയ്യാമെന്ന് മന്ത്രി സമ്മതിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചനെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ചർച്ചയിൽ ഗവൺമെൻറ് നടപ്പിലാക്കി തരുമെന്ന് ഞങ്ങൾ കരുതുന്നില്ലെങ്കിലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ തൊഴിലാളികൾക്ക് അടിയന്തര ആശ്വാസം പകരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ സർക്കാർ തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള വലിയ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും ഈ വരുന്ന 29-ാം തീയതി ഇവരുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിൽ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ അമ്മമാർ എല്ലാവരും തന്നെ ഉള്ളത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ഉള്ളത്, അതായത് നിരവധി സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കാറുണ്ട്. അവരുമായി ചർച്ചകൾ നടത്താറുണ്ട് നമ്മുടെ നിരവധി മന്ത്രിമാർ. എങ്കിലും ആ ചർച്ചയെല്ലാം തന്നെ ഭൂരിപക്ഷ ചർച്ചകളും പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ഈ അമ്മമാരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.